എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈസ്റ്റാറിലേക്ക് സ്വാഗതം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ഒക്ടോബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ഒക്ടോബർ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Three of Wands, Ten of Wands, King of Pentacles, Emperor energy, Strength card, Ace of Pentacles. ആദ്യം തന്നെ ഫസ്റ്റ് കാർഡ് വന്നിട്ട് 3 of Wands എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചധികം നാളായിട്ട് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, ഇതുവരെ തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഫൈനലി ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നൊരു സമയമാണ്. ഇവിടെ ഈ ഒരു തീരുമാനം എന്ന് പറഞ്ഞത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒത്തിരി ആലോചിച്ചിട്ട് വേണോ വേണ്ടയോ അല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഇത് ഫൈനലി ഒരു തീരുമാനം എടുക്കുക. കാരണം ഇത് നിങ്ങളെ സംബന്ധിച്ചൊരു ലക്കി ബ്രേക്ക് തന്നെയായിരിക്കും. പുതിയൊരു ജീവിതം തന്നെ നിങ്ങളെ മുന്നോട്ടേക്ക് പോകുന്ന വഴി ശരിയായിട്ടുള്ള ദിശയിലാണോ എന്നുള്ളതൊക്കെ കുറേ സംശയങ്ങളുണ്ടാകാം. കാരണം ഇതൊരു റിസ്ക് എടുക്കുന്ന ഒരു സാഹചര്യം പോലെ ആകാം. ഒരു ട്രൈ ചെയ്ത് നോക്കും, നിങ്ങളുടെ ലക്ക് ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു സിറ്റുവേഷൻ. അതിനർത്ഥം ഒരു ഗാംബ്ലിങ്, അതായത് ലോട്ടറിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യമല്ല ഉദ്ദേശിക്കുന്നത്. വിദേശത്തേക്ക് പോകുന്നത് സംബന്ധിച്ചോ അല്ലെങ്കിൽ ജോലി ഇപ്പോൾ നിങ്ങളെ രാജിവെച്ച് മറ്റ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനമാകാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ആ ഒരു തീരുമാനം എടുക്കുക. നിങ്ങൾ ഒത്തിരി നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നു. അത് വെയിറ്റ് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കാരണം നിങ്ങൾ ആലോചിക്കുന്നത് നിങ്ങൾ രണ്ട് സൈഡിലത് ശരിയാണോ, ഒരേ സമയം തന്നെ അതിലേക്ക് പോകണം എന്നുണ്ട്, പക്ഷെ അതൊരു റിസ്ക്കാണ്. അങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് കൊണ്ട് ആ റിസ്ക് ഇല്ലാതാകുന്നില്ല. തീരുമാനം എന്തായാലും നിങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ കൂടുതൽ ആലോചിക്കുന്നതിൽ കൊണ്ട് പ്രയോജനമൊന്നുമില്ല. തീരുമാനം എന്ത് തന്നെയായാലും അത് എടുക്കുക. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു ഓൾറെഡി ഒരു പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഫൈനലി നിങ്ങളുടെ അംബീഷൻ എന്താണ്, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോയാൽ അത് ശരിയായിട്ടുള്ള ദിശയായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക. റിസ്ക് എടുക്കേണ്ടുന്ന സമയത്ത് റിസ്ക് എടുക്കുക. കാരണം റിസ്ക് എടുക്കാതെ മുന്നേറാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ട്. യു ആർ നോട്ട് ഡ്രീമിങ് ബിഗ് ഇനഫ് എന്നുള്ളതാണ്. കാരണം നിങ്ങളെ ചെറുതാക്കി കാണും. നിങ്ങളുടെ സ്വപ്നങ്ങൾ അതായത് ചെറുതാക്കി മാറ്റുന്നു. നിങ്ങൾക്ക് വലിയ വലിയ സ്വപ്നങ്ങളുണ്ടാവും. വലിയ സ്വപ്നം കാണാനുള്ള ധൈര്യം കാണിക്കൂ, അതിന് വേണ്ടിയിട്ട് ശ്രമിക്കൂ എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് എംപറർ എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും എന്ന് നേരത്തെ പറഞ്ഞു. ഇവിടെ ഒന്ന് ചില വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാവും. അപ്പോൾ ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലുള്ളവരായിരിക്കാം. അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കാൻ അർഹതപ്പെട്ടവരായിരിക്കില്ല. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് അവരെ കൂടെ നിർത്തുന്നു, പല പല കാരണങ്ങൾ കൊണ്ടാവാം. അപ്പോൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഒരു ബോർഡർ, അതായത് ഒരു മതിൽക്കെട്ട് അല്ലെങ്കിൽ ഒരു വേലി തീർക്കാണ്. അനാവശ്യമായിട്ട് കാണുന്നവരൊക്കെ, നമ്മളിപ്പോൾ പറയല്ലോ, ഒരു പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ, ഒരു മതിലൊരു വേലി ഇല്ലെങ്കിൽ കാണുന്നവരൊക്കെ വന്ന് കയറി ഇറങ്ങി പോകുന്നൊരു സാഹചര്യമായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾക്ക് ചുറ്റും നിങ്ങളൊരു മതിൽ പണിയുക. കാരണം ആവശ്യമുള്ളവർ, നിങ്ങൾക്ക് വേണ്ട ആളുകൾ മാത്രം കടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം എന്നുള്ള രീതിയിൽ. കാരണം ഇവിടെ ചില ആളുകൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫായിരിക്കും, നിങ്ങളുടെ വിവാഹ ജീവിതത്തിലായിരിക്കും, നിങ്ങളെല്ലാം പോയിട്ട് എല്ലാവരുടെ അടുത്തും പോയി പങ്കുവയ്ക്കുന്ന അനാവശ്യമായിട്ടൊരു സ്വഭാവമായിരിക്കാം നിങ്ങൾക്ക്. പേഴ്സണൽ ലൈഫ് എന്നൊന്നും നിങ്ങൾക്കില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. കാരണം നിങ്ങൾ പോയിട്ട് എല്ലാവരുടെ അടുത്തും പറയുന്നു. അപ്പോൾ എല്ലാവരുടെ അടുത്തും പറയുമ്പോൾ തീർച്ചയായിട്ടും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു, നിങ്ങളത് കേൾക്കുന്നു. നിങ്ങൾ ജീവിക്കുന്നത് തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായത്തിൻ്റെ ബേസിസിലാണ് എങ്കിൽ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെയാണ്. എല്ലാം പോയി എല്ലാവരും അറിയിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ തീരുമാനങ്ങളും നിങ്ങളുടെയാണ്. അപ്പോൾ പേഴ്സണൽ ലൈഫ് പേഴ്സണലായിട്ട് വയ്ക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ആവശ്യത്തിൽ കവിഞ്ഞുള്ള സോഷ്യൽ മീഡിയ ആയിരിക്കും, മറ്റു കാര്യങ്ങൾ, കൊച്ചു കാര്യങ്ങൾ വരെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു മുതലുള്ള കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എല്ലാവരോടും പങ്കുവയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലുമൊക്കെ വേണം എന്നുള്ളതാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൻ്റെ
ഇപ്പോഴത്തെ ഒരു തീം ലൈഫിലെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് പേഴ്സണലാക്കി വെക്കുക എന്നുള്ളതാണ് ആ ഒരു എനർജി. അതേപോലെ തന്നെ 10 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. പല കാര്യങ്ങളും ചെയ്ത് പൂർത്തിയാക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ അതിൻ്റെ ഒരു തൃപ്തിയും സന്തോഷമൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. സോ എന്താണ് 10 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് പലതും പൂർത്തിയാക്കി നിങ്ങൾ മടങ്ങുമ്പോൾ വേണ്ടാത്ത കാര്യങ്ങൾ കൂടെ കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചില ആളുകൾ നിങ്ങൾ ചിലപ്പോൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നത് ദേശത്ത് എവിടെയെങ്കിലും വർക്ക് ചെയ്യായിരിക്കും. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ കൂടെ കൊണ്ടുവരുന്നത് എന്താണ് എന്നുള്ളത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അനാവശ്യ പ്രാരബ്ധങ്ങളും കാര്യങ്ങളും കൊണ്ടുപോകാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് മാറുകയാണ്, നിങ്ങളിപ്പോൾ വിദേശത്തേക്ക് പോവുകയാണ്, അവിടെ സെറ്റിലാവുന്നു, മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. അപ്പോൾ കൂടെ പോകുമ്പോൾ നിങ്ങൾ ഇവിടെ ഉള്ള പല പ്രാരബ്ധങ്ങളും കെട്ടിപ്പറക്കി പോകാതിരിക്കുക. കാരണം നിങ്ങൾ പുതിയൊരു ലൈഫാണ് തുടങ്ങുന്നത്. പുതിയ ലൈഫിലേക്ക് കടക്കുമ്പോൾ പുതിയൊരു ജീവിതം, ആ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധി ഐശ്വര്യമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈ പ്രാരബ്ധ കെട്ടുകളും നെഗറ്റിവിറ്റീസും കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ്. പ്രയോറിറ്റൈസ് ചെയ്യുക എന്താണ് വേണ്ടത് എന്നുള്ളത്. ഈ പ്രയോറിറ്റൈസ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ പറയും പല സാഹചര്യങ്ങൾ ഫിസിക്കലി ചില ആളുകൾ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും അവർ നിങ്ങളെ മാനസികമായിട്ട് തടങ്കലിൽ വെച്ചിരിക്കുന്ന എനർജിയാണ്. അപ്പോൾ നിങ്ങളെ എവിടെ പോയാലും അവർ വിടാതെ പിന്തുടരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ നിങ്ങളെ ഫോൺ വിളിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ പോയാലും നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഒന്ന് ഒഴിവാക്കി വിടുന്നത് നല്ലതായിരിക്കും എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് റൂഡായിട്ട് സംസാരിക്കണം എന്നുള്ളതല്ല, മറിച്ച് എന്ത് കാര്യമാണെങ്കിലും ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവരോട് സംസാരിക്കാം. പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നു അങ്ങനെ ഒരു രീതിയിൽ കൂടുതലായിട്ട് പറയാതിരിക്കുക, അങ്ങനെ പോകുന്നു എന്നുള്ള രീതിയിൽ പറയാൻ ശ്രമിക്കുക. കാരണം ഇവിടെ ചില ആളുകൾ അവരുടെ എനർജി നെഗറ്റീവാണ്, നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാമെങ്കിലും ചില ആളുകൾ അത് പറഞ്ഞു പോകും. പക്ഷെ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ആത്മധൈര്യം, ആത്മവിശ്വാസവും അതേപോലെ ഒരു കൺട്രോളാണ് സ്വന്തം ജീവിതത്തെക്കുറിച്ചിട്ട്. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാർ. ഇപ്പോൾ കാരണം കൂടുതൽ സമയം വീട്ടിലിരിക്കുന്നു, അപ്പോൾ പുറത്തുനിന്ന് ആളുകൾ വരുന്നു, സംസാരിക്കുന്നു, പറഞ്ഞ് വേറൊന്നും പറയാനില്ലാതെയുള്ള കഥകളെല്ലാം പറയുന്നു. അത് ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് എടുത്ത് പറയാണ്. അനാവശ്യമായിട്ട് നിങ്ങളുടെ കുടുംബത്തിലേക്കൊരു ഒരു കണ്ണേറോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീലിംഗ് കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന്. അതേപോലെ തന്നെ സധൈര്യം പല കാര്യങ്ങളെയും നേരിടുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. അപ്പോൾ അത് പലരിലും കണ്ടുവരുന്ന ഒരു സമയമാണ്. അങ്ങനെ ഇല്ല എങ്കിൽ അത് തുടങ്ങാൻ അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ സമയമാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കുക. ഇതുവരെ മറ്റുള്ളവർ പറയുന്ന കേട്ട് ജീവിച്ചതിൽ നിന്ന് മാറി നിങ്ങൾക്കായിട്ട് നിങ്ങൾ തീരുമാനമെടുത്ത് തുടങ്ങുന്ന സമയമാണ്. അതേപോലെ തന്നെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി കിങ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് ജോലി സംബന്ധമായിട്ടുള്ളൊരു സിറ്റുവേഷൻ കാണിക്കുക. ഇപ്പോൾ ജോലിയിൽ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെയുള്ള മാറ്റം നിങ്ങളുടെ ജോലിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷനാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കിങ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് അതായത് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നുണ്ട്, പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പലപ്പോഴും പറയും ജോലിയിലെ പ്രൊമോഷൻ, അതായത് സാമ്പത്തിക നേട്ടങ്ങൾ അല്ലെങ്കിൽ പൊസിഷൻ, ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഏതൊരു പൊസിഷനിലെത്തിയാലും നേട്ടങ്ങൾ പലതും ഉണ്ടായാലും നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് കിട്ടുന്ന റെസ്പെക്റ്റ് ഉണ്ടല്ലോ, ആ ഒരു റെസ്പെക്റ്റ് നിങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് ഫീൽ ചെയ്യുന്നവർ, എത്ര പൊസിഷനിലായാലും നമുക്ക് നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ നിന്ന് ആ റെസ്പെക്റ്റ് ഫീൽ ചെയ്യാത്തിടത്തോളം പൊസിഷൻ ഒരു ഫീലിംഗ് വരുന്നില്ല, ഗുഡ് ഫീലിംഗ് ഉണ്ടാകുന്നില്ല. യു ഡോണ്ട് ഫീൽ ഗുഡ് അബൌട്ട് യുവർ സെൽഫ്. അപ്പോൾ അങ്ങനെ ഒരു റെസ്പെക്റ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നു, ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് തൃപ്തികരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അതേപോലെ തന്നെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. പലരെ സംബന്ധിച്ച് വീട് വയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുക, സ്വന്തമായിട്ട് വീട് വാങ്ങിക്കുകയോ വയ്ക്കുകയോ ചെയ്യുന്നതിൻ്റെയും മറ്റും ഒരു സന്തോഷം ഈ ഒരു മാസത്തിലൊക്കെ വരുന്നുണ്ട്. അപ്പം വീട് വയ്ക്കുന്നത് അതിൻ്റെ എഗ്രിമെൻ്റ് ഒപ്പുവയ്ക്കുന്നതോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീട് പണിത് പൂർത്തിയാക്കി ഇനി കയറി താമസിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതേപോലെ ചില ആളുകളെ സംബന്ധിച്ച് ഓൾറെഡി
വീടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ പുതിയതായിട്ടൊരു ഫ്ലാറ്റോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും നിങ്ങളായിട്ട് വാങ്ങിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഉള്ളവർ വീട് മോടി പിടിപ്പിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അറ്റകുറ്റപ്പണികൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ നല്ല സമയമാണ്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനുണ്ട് എങ്കിൽ അതിൻ്റെ ഫലം ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്